അയ്യേ, മീൻ കഴുകാതെയും വൃത്തിയാക്കാതൊക്കെയാണോ വെക്കണത്? അതെട്ടോ, ഈ ഐറ്റം കഴുകുകയും വേണ്ട, വൃത്തിയാക്കുക ഒന്നും വേണ്ട, റെഡി ടു കുക്കാണ്. അതെല്ലാവർക്കും അറിയാലോ അല്ലേ? ടിന്നിൽ വരുന്ന ടൂണ ഫിഷിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അത് എത്രത്തോളം ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റും എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പണ്ടൊക്കെ ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നു, ഇപ്പോൾ നമുക്ക് നാട്ടിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ച് നല്ല ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വാട്ടറിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് സവാള ഇതുപോലെ 4ആയി കട്ട് ചെയ്ത് നീളത്തിൽ കനല്ലാണ്ട് അരിഞ്ഞതാണ്, കൂടെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട്. അപ്പോൾ ആദ്യം ഞാൻ പച്ചമുളകാണ് കേട്ടോ ചേർത്തത്, എന്നിട്ടാണ് സവാള ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ചായി തുടങ്ങുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കൂടുതൽ ഇടരുത്, ഓൾറെഡി ടിന്നിൽ ഉപ്പ് ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ അതിലോട്ട് എന്ത് ചെയ്യാം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് വളരെ കുറച്ച് മതി കേട്ടോ, 1/2 ടീസ്പൂണൊക്കെ മതിയേ. അതും കൂടെ ചേർത്ത് നല്ലോണം നമുക്ക് മസാല ഒന്ന് വഴറ്റിയെടുക്കാവേ. നന്നായിട്ട് വഴണ്ട് വരണം, നന്നായി വഴണ്ടാൽ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലോട്ട് ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി എടുത്തോളൂ, കാരണം വേറെ നമ്മളിതിൽ പുളി ഒന്നും ഒഴിക്കണില്ല. ഫിഷ് ആവുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു പുളി ഉള്ളതല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഇത്ര അളവിൽ ചേർക്കുക. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതലാണ്ട അതിന് നിങ്ങളുടെ പാകത്തിന് ചേർക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി താല്പര്യമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർക്കാതിരിക്കാം, ഞാൻ ചേർത്തിട്ടില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയതാ. ഇതുപോലെ മസാല ഒന്നിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ ടൂണ ഫിഷ് പൊട്ടിക്കാം. കണ്ടോ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 രൂപയാണ് കേട്ടോ. ഇത് വാട്ടറിലുള്ള ടൂണ ഫിഷാണ്. അപ്പോൾ ഞാനിതാ അത് തുറന്ന് അതിൽ വെള്ളം കുറച്ച് കളഞ്ഞിട്ടുണ്ട്, കാരണം നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട. അപ്പോൾ ഞാനത് അതിലോട്ട് കൊട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴത്തേനും അത് തന്നെ ഉടഞ്ഞോളും. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അധികം ജസ്റ്റ് ഒന്ന് കുക്കാക്കിയിട്ട് ചിലർ നല്ല റോസ്റ്റ് പോലെ കഴിക്കുന്നവരുണ്ട്. പക്ഷേ അതിലേറെ ടേസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അതിൽ വെള്ളമൊക്കെ ഒന്ന് വലിയിപ്പിച്ചെടുത്ത് കഴിക്കുമ്പോഴാണ്. ഞാനത് അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലതായിട്ട് മസാലയൊക്കെ ആ മീനിൽ പിടിച്ചു വരുന്ന സമയത്ത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാവേ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒരു 2-3 മിനിറ്റ് കൂടി നന്നായി റോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മൾ ടൂണ ഫിഷ് റെഡിയാണ്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കണ്ടോ ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടി കട്ട പോലെ നിൽക്കണതൊക്കെ ഒന്ന് വേറിട്ട് നിൽക്കൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ.